വയനാട് ദുരന്ത ബാധിതർക്ക് LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ആണോ കേരളത്തിലെ ദുരന്ത ബാധിതർക്ക് നിർമ്മിക്കുന്ന ആദ്യത്തെ ടൗൺഷിപ്പ്? അല്ല. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് സുനാമി ദുരന്ത ബാധിതർക്കായിട്ട് ടൗൺഷിപ്പ്. പക്ഷെ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണണം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ. ഇപ്പോൾ വയനാട് ടൗൺഷിപ്പിൽ ഒന്ന് രണ്ട് വീടുകളിലെ വിള്ളലും ചോർച്ചയുമാണല്ലോ കോൺഗ്രസും ചില മാപ്പറുകളും ആഘോഷമാക്കുന്നത്. വിള്ളൽ എന്ന് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്ന വെള്ളം കിനിയുന്നത് ആദ്യം കണ്ടെത്തിയത് ആരാണ്? ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരാണോ? അല്ല. മാധ്യമങ്ങളാണോ? അല്ല. വീടുകളുടെ ഉടമസ്ഥരാണോ? അല്ല. നാട്ടുകാരാണോ? അതുമല്ല. പിന്നെയോ ആ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതലയുള്ള ഊരാലുങ്കൽ സൊസൈറ്റിയുടെ സാങ്കേതിക വിദഗ്ധർ തന്നെയാണ്. കോൺക്രീറ്റ് പൂർത്തിയാക്കിയാൽ ഓരോ വീടിന്റെയും വെള്ളം താഴേക്ക് കിനിഞ്ഞിറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കോൺക്രീറ്റിന് മുകളിൽ അവർ വെള്ളം തളം കെട്ടി നിർത്തി പരിശോധിക്കും. സ്വാഭാവികമായിട്ടും 1-2% വീടുകളിൽ ഇത്തരം അവസ്ഥയുണ്ടാകും. ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർക്കായാലും സാധാരണ തൊഴിലാളികൾക്കായാലും ഇക്കാര്യം അറിയാം. അത്തരം ഭാഗങ്ങൾ അവർ മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി അതിന് മുകളിൽ അഡീഷണൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യും. അതിനുശേഷം 7 സെന്റിമീറ്റർ മുതൽ 2 സെന്റിമീറ്റർ വരെ വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ ചെരിഞ്ഞ ഒരു കോൺക്രീറ്റും കൂടി ചെയ്തിട്ട് പൂർണ്ണമായും വീട്ടുടമസ്ഥന്റെ കൂടി എല്ലാവിധ സേഫ്റ്റി പരിശോധനകളും കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ വീടുകൾ താമസക്കാർക്ക് കൈമാറൂ. ഇത് ഈ പറയുന്ന മാധ്യമങ്ങൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടർ ഈ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വെള്ളം കിനിഞ്ഞിറങ്ങിയ ഭാഗം മാർക്കർ കൊണ്ട് അടയാളപ്പെടുത്തിയതിൻ്റെ ഫോട്ടോ എടുത്താണ് ഈ കൂട്ടർ വിള്ളൽ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ മന്ത്രി വന്നതും ഈ പറയുന്ന മാർക്കർ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗം മായ്ച്ചു കളഞ്ഞ് ഇതാണ് നിങ്ങൾ വിള്ളൽ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആ ഫോട്ടോവും ആ വീഡിയോ എടുത്ത് മന്ത്രിയെയും അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും കളിയാക്കിക്കൊണ്ട്, സർക്കാരിനെ കളിയാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം ട്രോളും സംഘടിപ്പിച്ചത്. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല കോൺഗ്രസിന്റെ ആപ്പിലേക്കാണ് നിങ്ങൾ പണം അയക്കേണ്ടത് എന്ന് പറഞ്ഞത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് K. സുധാകരനാണ്. ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവങ്ങൾ കാണിച്ചും അവരുടെ ബന്ധുക്കളുടെ കണ്ണീര് കാണിച്ചും കോടികൾ പിരിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ രമിച്ചതും ഗർഭം കലക്കി നടന്നതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ആ ശവം തൂക്കികളാണ് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ടൗൺഷിപ്പിലേക്ക് വലിഞ്ഞു കയറി വന്ന് സർക്കാരിനെതിരെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പില്ലായ്മയെ നിന്റെ ഓമന പേരാണോ കോൺഗ്രസ്? എന്നാൽ ഇതേ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ കേരളവും കേന്ദ്രവും ഭരിക്കുന്ന സമയത്താണ് സുനാമി ഉണ്ടായത്. നമുക്കറിയാം, ലോകത്താകമാനം 2.25 ലക്ഷം മനുഷ്യർ മരിച്ച ഒരു വൻ ദുരന്തമായിരുന്നു അത്. അന്ന് ഇന്ത്യയിൽ മാത്രം 16,000-ഓളം പേരാണ് മരിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. 7,000-ഓളം പേരാണ് ഇന്ന് തമിഴ്നാട്ടിൽ മരിച്ചതെങ്കിൽ കേരളത്തിൽ 250-ഓളം പേർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തു. എന്നാൽ നിരവധി പേർക്കാണ് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടത്. അന്ന് പുനരധിവാസത്തിനായി 2000 കോടിയുടെ പ്രൊജക്റ്റാണ് കേരളം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 20 വർഷങ്ങൾക്ക് മുൻപാണ്, 22 വർഷം മുമ്പാണ് ഇത് നടന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 1441.75 കോടിയും കൂടാതെ രാജീവ് ഗാന്ധി ഭവന പദ്ധതികൾ ഉൾപ്പെടുത്തി 249 കോടി അടക്കം മൊത്തം 1691 കോടി രൂപയാണ് അന്ന് കേന്ദ്ര സർക്കാർ നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ 5 പൈസ തന്നില്ലെന്ന് മാത്രമല്ല, അന്ന് വയനാട് സന്ദർശിച്ച് ഫോട്ടോഷൂട്ട് നടത്തിപ്പോയ പ്രധാനമന്ത്രി മോദിയുടെ ചെലവ് വരെ കേരളം വഹിക്കേണ്ടി വന്നു എന്ന് കൂടി സാന്ദർഭികമായിട്ട് നമ്മൾ ഓർക്കണം. പറഞ്ഞു വന്നത്, സുനാമി ദുരന്ത ബാധിതരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ 1641 കോടി രൂപ അന്ന് സംസ്ഥാന സർക്കാരിന് നൽകിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടടക്കം അതേപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായമടക്കം എല്ലാം ചേർത്താൽ എത്ര കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതേസമയം കേവലം വീട് നിർമ്മിച്ച് നൽകൽ മാത്രമല്ല കേട്ടോ ഈ പറയുന്ന പുനരധിവാസം. തകർന്ന റോഡുകളും പാലങ്ങളും നന്നാക്കണം, ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണം. കേന്ദ്ര സർക്കാർ വിഹിതത്തിന്റെ പകുതിയും സംസ്ഥാന സർക്കാരിൻ്റെയും CMDRF ഫണ്ടിൻ്റെയും മറ്റെല്ലാം ചേർത്ത് റോഡുകൾ, പാലങ്ങൾ എന്നിവ നന്നാക്കാനും ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനും ചെയ്താൽ പോലും കേന്ദ്ര സർക്കാർ വിഹിതമായി കിട്ടിയ തുകയുടെ പകുതി, അതായത് 845 കോടിയിൽ പരം രൂപ ബാക്കിയുണ്ടാകും വീട് നിർമ്മാണത്തിന് സർക്കാരിൻ്റെ കയ്യിൽ.
നിയമസഭാ രേഖ പ്രകാരം ടൗൺഷിപ്പിൽ അടക്കം 9465 വീടുകളാണ് അന്ന് കോൺഗ്രസ് സർക്കാർ, അതായത് UDF സർക്കാർ നിർമ്മിച്ച് നൽകിയത്. എന്ന് വെച്ചാൽ ഒരു വീട് നിർമ്മിക്കാൻ 8,93,000 രൂപ എന്ന് 20 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ചെലവഴിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം ഇപ്പോൾ UDF സർക്കാരിൻ്റെ വിജയത്തിനായി എക്സ്ട്രാ ടൈം ജോലി ചെയ്യുന്ന മൗദൂദികളുടെ ചാനലായ മീഡിയ വൺ ചാനൽ വന്ന 2 വാർത്ത കാണിക്കാം. സുനാമി തിരകൾ കവർന്ന വീടുകൾക്ക് പകരം നൽകിയ വീടുകളിലധികവും തകർന്നിട്ട് വർഷങ്ങളായി. ടൗൺഷിപ്പുകൾ എന്ന വാഗ്ദാനം നൽകി കെട്ടിപ്പടുത്ത വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത ദുരിതാവസ്ഥയിലാണ് സുനാമി ബാധിതർ. തിരമാലകൾ ആഞ്ഞുവീശി നൂറുകണക്കിന് ജീവനും ആയിരക്കണക്കിന് ജീവനോപാധികളും നഷ്ടപ്പെട്ട തീരദേശത്ത് നോക്കി അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, പണം ഒരു പ്രശ്നമല്ല, ജീവനൊഴികെയുള്ളതെല്ലാം തിരികെ. 19 വർഷം കഴിയുമ്പോൾ ഞാൻ നിൽക്കുന്നത് ആറാട്ടുപുഴ 5-ാം വാർഡിൽ മണിമേലിക്കടവിലെ 65 വീടുകൾ നിർമ്മിച്ചു നൽകിയ ഒരു കോളനിക്കകത്താണ്. കാണാം അതിന്റെ ദുരവസ്ഥ. ജീവൻ പണയം വെച്ചാണ് ഓരോരുത്തരും കഴിയുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഈ വീട് മൊത്തം പൊട്ടിയൊലിക്കുകയും മുകളിൽ നിന്ന് വെള്ളം ഇടിച്ചോരുകയും നമുക്ക് താമസയോഗ്യമല്ലാത്ത ഒരു വീടായിരുന്നു നമുക്ക് നൽകിയത്. വീട് വെക്കുന്നതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും ചെയ്യാതെ സ്ഥലം കണ്ടെത്തി സ്വകാര്യ ഏജൻസികൾക്ക് നൽകുകയായിരുന്നു. അവരാകട്ടെ എല്ലാ വീടുകൾക്കും ഒരേ ഡിസൈൻ നൽകി തീരപ്രദേശത്ത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ടതൊന്നും പാലിക്കാതെ കെട്ടിടമുയർത്തി. തകർച്ചയുടെ പക്കിലായപ്പോഴൊക്കെ പലരെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ജീവിക്കാനാകാതെ പലരും വീടുപേക്ഷിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഈ വീട് ജനങ്ങൾക്ക് സൗകര്യമില്ല. 1.5 സെന്റിലാണ് നിർമ്മാണം. ഒരു മുറിയും അടുക്കളയും കക്കൂസുമുണ്ട്. പ്ലംബിങ്ങോ വയറിങ്ങോ ചെയ്തിട്ടില്ല. കുടിവെള്ളത്തിനുള്ള സൗകര്യവുമില്ല. പ്രായപൂർത്തിയായ കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളുമായി ഒരു മുറിയിൽ എങ്ങനെ താമസിക്കുമെന്നാണ് വീട് ലഭിച്ചവരുടെ ചോദ്യം. കല്യാണമോ മരണമോ ഉണ്ടായാൽ വട്ടം കറങ്ങേണ്ടി വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. സൗകര്യമില്ല. ഒരാൾക്ക് 2 താമസിക്കാൻ പറ്റാത്ത വീടാണ്. പശുവിന്റെ കൂട് മാതിരി പശുവിന്റെ തൈത്ത് ഉണ്ടാക്കിയ മാതിരി ഉണ്ടായിട്ടുള്ളത്. 1,25,000 രൂപയാണ് ഒരു വീടിന് ചിലവായത്. പലതും പൊട്ടിപ്പൊളിഞ്ഞു. ജനലുകളും വാതിലുകളും നശിച്ചു. നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാധന സാമഗ്രികൾ കാടുപിടിച്ചു കിടക്കുന്നു. വീടുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാമൂഹിക വിരുദ്ധരാണ്. കാലപ്പഴക്കം കൊണ്ടല്ല വീടുകൾ ചോർച്ചയുണ്ടായത്. തുടക്കം മുതലേ വിള്ളലും ചോർച്ചയും ഉണ്ടെന്ന് പറയുന്നത് അവിടുത്തെ താമസക്കാർ തന്നെയാണ്. കക്കൂസുണ്ട്, പക്ഷെ വെള്ളമില്ല, വൈദ്യുതിയില്ല. കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടം. ഇനി റിപ്പോർട്ടർ TVയിൽ വന്നൊരു വാർത്ത കാണിക്കാം. അഞ്ചുതെങ്ങിൽ സുനാമി ബാധിതർക്ക് നൽകിയ വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം 2011 നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിലാണ്. കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് 2 കുട്ടികളടക്കം 3 പേർക്കാണ് പരിക്കേറ്റത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സുനാമി ഫണ്ട് ഉപയോഗിച്ച് 97 വീടുകളാണ് അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചു നൽകിയത്. 2,82,000 രൂപയാണ് ഒരു വീടിനായി ചെലവഴിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി 5 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ മേൽക്കൂര തകർന്നു തുടങ്ങി. കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുക. ഒന്നും ബാക്കിയില്ല. മഴ പെയ്ത കുത്തിയിരിക്കാൻ പോലും സ്ഥലമില്ല. ഇനി അടുത്ത മഴയ്ക്ക് എന്തരാണെന്നുള്ളത് അറിയാൻ പറ്റൂല. അത് പൊടിഞ്ഞൊടിഞ്ഞ് വീഴുന്നു. വീടുകളുടെ മേൽക്കൂരകൾ പൊട്ടിത്തകർന്നതോടെ ടാർപോളിൻ ഷീറ്റുകൾ വിരിച്ചാണ് പല കുടുംബങ്ങളും ഇവിടെ കഴിയുന്നത്. ഉറങ്ങുന്നതിനിടയിൽ കോൺക്രീറ്റ് പാളി ഇളകി വീണ കുട്ടികൾക്കും പ്രായമായവർക്കും പരിക്കുകൾ പറ്റിയിരുന്നു. കണ്ണു തുറന്ന് കണ്ടല്ലോ കോൺഗ്രസ്. OJ ജനീഷ് എന്ന് പറയുന്ന വേട്ടാവളിയനോട് പറയാനുള്ളത്, വയനാട്ടിലെ വീട്ടിലെ വെള്ളം കിനിയുന്നതാണോ താൻ നോക്കേണ്ടത്? തൻ്റെയൊക്കെ പുണ്യാളന്റെ കാലത്തുണ്ടാക്കിയ വീടുകളുടെ കോൺക്രീറ്റ് അടർന്ന് വീഴുന്നതാണോ താൻ നോക്കേണ്ടത്? 230 വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് ഒരു വീടിന് ഒരു തറ പോലും പണിയാൻ കഴിയാത്ത കോൺഗ്രസ് അക്ഷരം തെറ്റാതെ നിങ്ങളെ വിളിക്കേണ്ട പദം തന്നെയാണ് ശവം തൂക്കികൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും goodbye.